ഹൈ ഡേസ് ഗുഡ് ഈവനിങ് ഓൾ. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. നിഫ്റ്റി നല്ലൊരു ഇടിവ്, 350-ലേറെ പോയിന്റ് പ്രോഫിറ്റ് ബുക്കിംഗ്. സെൻസെക്സ് 1000 പോയിന്റ് അടുത്ത്, ബാങ്ക് നിഫ്റ്റി 900 പോയിന്റ് അടുത്താണ് ഇന്ന് ശക്തമായ ഒരു ഇടിവ് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി 50-ൽ 50 കമ്പനീസിലും 40 കമ്പനീസ് ഇന്ന് റെഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് ഹീറോ മോട്ടോ കോർപ്പും ടി വി എസ് മോട്ടോഴ്സ് ഉൾപ്പെടെയുള്ള ഓട്ടോ സെക്ടറിൽ വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. സ്റ്റീൽ സ്റ്റോക്കുകൾ ഇന്ന് ഇടിവില്ലാതെ നിന്ന്, കൂടാതെ തന്നെ കമ്പാരിറ്റീവ്ലി നിഫ്റ്റി ഇടിഞ്ഞ ആ ഒരു പ്രൊപ്പോർഷനേറ്റ്ലി മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ വലിയ ഇടിവ് ഇന്ന് കണ്ടില്ല. നിഫ്റ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, നിഫ്റ്റിയുടെ പെർസെൻറ്റേജ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ മാത്രമല്ല, എൻറ്റയർ ഗ്ലോബൽ മാർക്കറ്റിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡലാണ് ഉള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിഫ്റ്റി മുകളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെല്ലാം തന്നെ കുറച്ച് ഇഷ്യൂസ് എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ അത് ചെറിയ ചെറിയ തോതിൽ ഗൗരവമായി വരുന്നുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും സെബിയുടെ ഭാഗത്തുനിന്ന് ഒരു ചർച്ചയുണ്ടായിരുന്നു, മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് ആക്ച്വലി ഇപ്പോൾ ഗോയിങ് ആണ്. പ്രധാനമായിട്ടും മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. FNO ആയിട്ട് ബന്ധപ്പെട്ടിട്ടും, കൂടാതെ സെബി ചെയർപേഴ്സണെതിരായിട്ടുള്ള അലിഗേഷൻ അത് അജണ്ട ബേസ്ഡ് ആയിട്ടുള്ളതാണ് എന്നുള്ളത് അഭിപ്രായമുണ്ട്. കൂടാതെ മ്യൂച്വൽ ഫണ്ടായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും FNO ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇത് ഒരു എക്സ്ചേഞ്ചിന് ഒരു ദിവസം എക്സ്പയറി ആയേക്കാം എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അതായത് NSEയിൽ നിഫ്റ്റി ഉണ്ട്, ബാങ്ക് നിഫ്റ്റി ഉണ്ട്. പണ്ടൊക്കെ വ്യാഴാഴ്ചയായിരുന്നു നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും. അപ്പോൾ ഈ വ്യാഴാഴ്ച ഒരു NSEക്ക് മാത്രം, മേ ബി വെള്ളിയാഴ്ച, ഇപ്പോൾ സെൻസെക്സ് വെള്ളിയാഴ്ചയാണ്, ബാങ്ക് എക്സ് എന്നാൽ തിങ്കളാഴ്ചയാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ച് എന്നുള്ള രീതിയിൽ വന്നേക്കാം. പിന്നെ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ കൂടിയേക്കാം. FNOയിൽ ഒരുപാട് ആളുകൾ നഷ്ടം വരുത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ടുള്ള പല പല നടപടിക്രമങ്ങൾ മുന്നോട്ട് വന്നേക്കാം. ഇതൊരു ബിസിനസ്സാണല്ലോ. അപ്പോൾ ബിസിനസ്സിന് എന്തൊക്കെയായാലും എപ്പോഴും ഒരു സ്മൂത്തായിട്ട് പോകില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് എല്ലാം തന്നെ വരും. അപ്പോൾ അതനുസരിച്ചും നമ്മൾ മാറ്റങ്ങൾ വരുത്തി പോവുക, നമ്മൾ ട്രേഡിങ്ങിന് മാറ്റങ്ങൾ വരുത്തി പോവുക. ആസ് ഓഫ് നൗ വളരെ കംഫർട്ടബിളായിട്ട് എനിക്ക് പേഴ്സണലി എല്ലാ ദിവസവും എക്സ്പയറി വളരെ നല്ല രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എല്ലാ ദിവസവും ഒരു എക്സ്പയറി. പണ്ടൊക്കെ നിഫ്റ്റി മാത്രമാണ് ട്രേഡ് ചെയ്തതെങ്കിൽ ഇപ്പോൾ മിഡ് ക്യാപ്പ് ഉൾപ്പെടെ ട്രേഡ് ചെയ്യുന്നുണ്ട്. മിഡ് ക്യാപ്പ് വളരെ വോളറ്റൈലാണ്. അത്ര റെക്കമെൻഡബിൾ ആയിട്ടുള്ള ട്രേഡബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ല. മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ഉള്ള അതേ ദിവസം തന്നെ നമുക്ക് ബാങ്ക് എക്സിൻ്റെ എക്സ്പയറി ഉണ്ട്. അതായത് ഇന്ന് ബാങ്ക് എക്സിൻ്റെ എക്സ്പയറി ആണ്. നാളെ, ഇനി എക്സ്പയറിയുടെ കാര്യം പറയുമ്പോൾ, നാളെ നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒരുമിച്ച് എക്സ്പയറി. ബുധനാഴ്ച മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. നിഫ്റ്റിയുടെ ചാർട്ടും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ചാനലിൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. നമ്മൾ രാവിലെയും വൈകിട്ടും ടാബ്ലറ്റ് പോലെ ദിനം പ്രതി നമ്മൾ ന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളത് ചെയ്യുക മുടക്കാറില്ല. അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് പോകാം. ആദ്യം ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. ഓപ്പണിംഗ് റേഞ്ച് കാണാം. വീണ്ടും ആ ഒരു ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 376.25,800. അപ്പോൾ 26,000 താഴെ നിഫ്റ്റി ക്ലോസ് നടത്തി. നിഫ്റ്റിയിൽ നേരത്തെ കണ്ട പോലെ JSW സ്റ്റീൽ, NTPC, ഹിൻഡൽകോ, ടാറ്റ സ്റ്റീൽ, ബ്രിട്ടാനിയ തുടങ്ങിയ സ്റ്റീൽ സെക്ടറിലുള്ള കുറേ അധികം കമ്പനീസ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഹീറോ മോട്ടോ കോർപ്പാണ് നല്ല ഇടിവ്, 4%. ട്രെൻഡ് ഇന്ന് പുതിയതായിട്ട് നിഫ്റ്റിയിലേക്ക് വന്ന സ്റ്റോക്കാണ്. വന്ന ആദ്യ ദിവസം തന്നെ ശുഭദിനമാണ്. 3% ഇടിവ്. റിലയൻസ് 3.5%, ആക്സിസ് ബാങ്ക് 3.5%. അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്കും ഇന്ന് ആദ്യമായിട്ട് നിഫ്റ്റിയിലേക്ക് കാലെടുത്ത് വെച്ച ദിവസം തന്നെ 3% ഇടിവ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്ത 3 യൂറോപ്യൻ മാർക്കറ്റാണ്. FTSE, CSE 40, ഡാക്സ്, യൂറോപ്യൻ, ജർമ്മൻ, ഫ്രാൻസ് മാർക്കറ്റുകൾ ഇടിവ്. ഇന്ത്യ വിക്സ് ഇന്ന് 7% സ്പൈക്കായി 12.78. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 2000 പോയിന്റ് അടുത്ത് ഇടിവും. കോസ്പി കൊറിയൻ മാർക്കറ്റ് 55 പോയിന്റ് അഥവാ 2% ഇടിവിലാണ് ഇപ്പോൾ ഉള്ളത്. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയിരുന്നു. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ $2,000 ഇടിഞ്ഞു. ഗോൾഡ് ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് $15 പെർ ഔൺസിന് ഇടിഞ്ഞു. ഇതാണ് നാളത്തെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി. സ്പോട്ട് ഉള്ളത് 52,978. ഡോട്ടഡ് ലൈനാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട്. PCR 0.58 അൾട്രാ ബീറിഷായിട്ട് നിലയിൽ നിൽക്കുന്നുണ്ട്. 53,500 എല്ലാം തന്നെ അഗ്രസീവ് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. എനിവേ 52,500 ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നിഫ്റ്റിയുടെ എക്സ്പയറി PCR 0.59. സ്പോട്ട് ഉള്ളത് 24,480. അതും PCR വലിയ തോതിൽ ആളുകൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. 25,000 ഹ്യൂജ് കോൾ റൈറ്റിംഗ് ഉണ്ട്. എങ്കിലും 24,000 പുട്ട് റൈറ്റിംഗ് ഉണ്ട്. അതായത് സ്പോട്ട് ചെയ്ത് 480 പോയിന്റ് അകലെയാണ് മേജർ സപ്പോർട്ടോ സോണായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ
ഗ്ലോബൽ കാര്യങ്ങളും മറ്റുള്ള അനാലിസിസും മറ്റുള്ള അനാലിസിസ് ഇൻ ദ സെൻസ് എൻ്റെ അനാലിസിസ് അല്ല, ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സർവ്വതര സെൻസിബിളുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നേരെ നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. വാർത്തയിൽ ആദ്യമുള്ളത് ഹീറോ മോട്ടോ കോർപ്പാണ്. ഇന്ന് ഇടിഞ്ഞല്ലോ ഹീറോ മോട്ടോ കോർപ്പ്, ടോപ്പ് ലൂസേഴ്സ് ആയിരുന്നു. എന്താണ് കാരണം? UBS എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ഏജൻസി ഹീറോ മോട്ടോ കോർപ്പിനെ ഡൗൺഗ്രേഡ് ചെയ്തതാണ് കാരണം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു റൈറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു, 22,000 കോടി രൂപയുടെ റൈറ്റ് ഇഷ്യൂ. അത് അവർ വിഡ്രോ ചെയ്തു. മാൻകൈൻഡ് ഫാർമ കമ്പനി അവർ 10,000 കോടി രൂപ നോൺ കൺവെർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് അവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. മാൻ ഇൻഫ്ര കമ്പനി 4,500 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തതിലൂടെ ഇവർ റവന്യൂ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ബ്ലൂ ഡാർട്ട് ലോജിസ്റ്റിക് കമ്പനിയാണ്. ഇവരുടെ ഈ കാർഗോയുടെ എല്ലാം തന്നെ പ്രൈസ് ഇവർ വർദ്ധിപ്പിക്കുന്നുണ്ട്. IPOയിലേക്ക് വരുമ്പോൾ ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സ് IPO 43 മടങ്ങാണ് ഓവർ സബ്സ്ക്രൈബ് ആയിട്ടുള്ളത്. ഗ്രേ മാർക്കറ്റ് പ്രീമിയം തന്നെ 35% സ്പൈക്ക് ആയിട്ടുണ്ട് ഓൾറെഡി. കെയർ ആൻഡ് ഹീറ്റ് IPO അലോട്ട്മെൻറ്റ് ഇന്ന് ഉണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം പാൻ നമ്പറൊക്കെ വെച്ചിട്ട്. ബജാജ് സ്റ്റീൽ അവർ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അവർ ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് ഒക്ടോബർ 3-നാണ്. 5:1 ആണ്. അതായത് ഒരു ഷെയർ ഹോൾഡ് ചെയ്ത ആൾക്ക് 5 ഷെയർ എക്സ്ട്രാ. അതുകൊണ്ട് ഇന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട് ബജാജ് സ്റ്റീൽ. NBCC കമ്പനി 101 കോടി രൂപയുടെ ഓർഡർ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ജെസിബിൾ സ്റ്റീൽ കമ്പനി MG മോട്ടോഴ്സായിട്ട് ഇവരുടെ പുതിയ ജോയിന്റ് വെഞ്ചർ കോൺട്രാക്ട് ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാറ്ററി റെൻ്റൽ ബിസിനസ് ഇവർ ചെയ്യുന്നുണ്ട്. MGയുടെ പുതിയ പരിസരങ്ങളിലൊക്കെ കാണാം. ആ ഒരു രീതിയിലാണ് അവർ കാറൊക്കെ അവർ സെല് ചെയ്യുന്നത്. ശക്തി പമ്പ് ഇവർ 5:1 എന്ന റേഷ്യോയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇനി പെർസിസ്റ്റൻ്റ് സിസ്റ്റം കമ്പനി ഇവർ പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു IT കമ്പനി ആയിട്ടുള്ള ആർക്ക എന്ന് പറഞ്ഞ കമ്പനിയെ അക്യൂർ ചെയ്തു. ന്യൂജൻ സോഫ്റ്റ്വെയർ കമ്പനി 15 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. തോമസ് കുക്ക് കമ്പനി ഇവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു പുതിയ അതിരാത് എന്ന് പറയുന്ന IT കമ്പനിയായിട്ട് ടൈപ്പായി. പിരമൽ ഫാർമ കമ്പനി ഇവരുടെ ന്യൂയോർക്കിലുള്ള നിലവിലെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇവർ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ടാറ്റ പവർ കമ്പനി രാജസ്ഥാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു തിരുത്തുണ്ട്. അതായത് നമ്മളുടെ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു സ്റ്റോക്കിലുണ്ടായിരുന്നു, ബജാജ് സ്റ്റീൽ കമ്പനി അവർ ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് 5:1 അല്ല. ബോണസ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് ആണ് ഒക്ടോബർ 3 ആണ് ഇഷ്യൂ ചെയ്യുന്നത്. 5:1 ബോണസ് കൊടുക്കുന്നത് ശക്തി പമ്പാണ് 5:1 എന്ന റേഷ്യോയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ബജാജ് സ്റ്റീലും ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പക്ഷേ 5:1 അല്ല എന്നുള്ള തിരുത്ത് ഉണ്ടെന്നുള്ളത് ഒന്ന് റിമൈൻഡ് ചെയ്യട്ടെ. പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ വാല്യൂസ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകും. അപ്പോൾ അത് കേൾക്കുന്ന ആളുകൾ, അറിയാവുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആരെയും ഹേർട്ട് ചെയ്യാ രീതിയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റിൽ മറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ അറിയാവുന്ന ആളുകൾ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ന്യൂസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ മറ്റുള്ള വർക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ സംശയങ്ങൾ ചോദിക്കുന്ന ആളുകളുടെ കമൻറ്റിനൊന്നും നമ്മൾ റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ എല്ലാ കമൻറ്റിനും ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ഹാർട്ട് ബട്ടൺ തരുന്നത്. അതിന് വേറെ ആരെയും വെച്ചിട്ടില്ല. അപ്പോൾ താങ്ക് യു ഓൾ. ബൈ.